ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ മലയാളത്തിലെ ഒറ്റപ്പദമാണല്ലോ ഗൈസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഏതാണ് മലയാളത്തിലെ ഒറ്റപ്പദം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 150 ഒറ്റപ്പദങ്ങൾ പഠിച്ചു. ഒട്ടും ചെറുതല്ല എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ PSCക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? ക്ഷമയാണ് വേണ്ടത് അല്ലെ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ, നമുക്ക് ക്ഷമ വേണം നന്നായിട്ട്. അതായത് നമ്മളുടെ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോള് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമുക്ക് അത് കിട്ടുന്നത് വരെ നമ്മളൊരു ക്ഷമ കാണിക്കണം. മാത്രമല്ല നല്ല വിശ്വാസവും വേണം. അപ്പൊ ഇന്ന് ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ക്ലാസ് റൂമാണ് കേട്ടോ. ഈ ക്ലാസ് റൂമിൽ നിറയെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ ഒരു ക്ലാസ് റൂമാണ്. അപ്പൊ അവിടേക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അതാ ഒരു ടീച്ചർ കടന്നു വരികയാണ്. ടീച്ചർ വന്ന് കുട്ടികളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടിട്ട് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികൾ ഓരോരുത്തരായിട്ട് എണീറ്റ് നിന്നിട്ട് അവരുടെ പേരും അവർക്ക് ആരാവാനാണ് ഭാവിയിൽ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ പുറകിലിരിക്കുന്ന ഒരു കുട്ടിയുടെ കൈ പൊങ്ങി, മാം ഞാൻ പറയാമെന്ന് പറഞ്ഞു. കുട്ടി എണീറ്റ് നിന്നു. അപ്പോ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് ആരാവാനാ ഇഷ്ടം? എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? കുട്ടീനെ കളിയാക്കി. ടീച്ചർ മാത്രമല്ല, എല്ലാവരും കളിയാക്കി. ഒരു കറുത്ത വർഗ്ഗക്കാരനായ അല്ലെങ്കിൽ ഒന്നും വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റുക അല്ലെ? അപ്പോ അതൊക്കെ പറഞ്ഞ ടീച്ചർ കളിയാക്കി. പക്ഷേ ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, മറ്റാരുമല്ല, നമ്മുടെ അബ്രഹാം ലിങ്കൺ ആണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി. അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും അദ്ദേഹം പ്രസിഡന്റ് ആയതിന്റെ ശേഷം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണാണ് അടിമ കച്ചവടം നിർത്തലാക്കിയത് അല്ലെ. അതൊക്കെ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുഞ്ഞു കുട്ടി അമേരിക്കൻ പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞു. നമ്മളും അതേപോലെ പല പല ആഗ്രഹങ്ങളും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ എവിടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. സ്വയമായിട്ടൊന്ന് തിങ്ക് ചെയ്യാം. അമേരിക്കൻ പ്രസിഡന്റ് ആവണം എന്നുള്ള കുട്ടിയുടെ ആഗ്രഹത്തിന് ഒരുപാട് ക്ഷമ വേണം അല്ലെ. ഏത് വയസ്സിലാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയത്? അല്ലെങ്കിൽ എത്ര തവണ അദ്ദേഹത്തിന് അതിനുവേണ്ടി ട്രൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്? നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കഥയാണ് നമ്മുടെ അബ്രഹാം ലിങ്കന്റെ കഥ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും സമയം കിട്ടുമ്പോൾ ജസ്റ്റ് അതിലൂടെയൊക്കെ ഒന്ന് പോവാം. അപ്പൊ നമ്മൾ അത്രേ പറയുന്നുള്ളൂ. നമ്മൾ ക്ഷമയോടുകൂടി പഠിക്കാൻ തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് 151ാമത്തെ ഒറ്റപ്പദത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പറയട്ടെ? ഓക്കെ. വാരിയെ ദാനം ചെയ്യുന്നത്. എന്താണ് വാരിയെ ദാനം ചെയ്യുന്നത്? വാരിയെ ദാനം ചെയ്യുന്നത് വാരിതം. വാരിയെ ദാനം ചെയ്യുന്നത് വാരിതം. പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, സന്ദേശം അയക്കുന്നവൻ. സന്ദേശം അയക്കുന്നവൻ. സന്ദേശം അയക്കുന്നവൻ എന്താ പറയാ? പ്രേഷകൻ എന്നാണ് കേട്ടോ പറയാ. പ്രേഷകൻ മാറിപ്പോവാൻ പാടില്ലേ. പ്രേഷകൻ എന്ന് തന്നെയാണ് എന്ത് പറയാ? സന്ദേശം അയക്കുന്നവൻ പ്രേഷകനാണ്. നെക്സ്റ്റ്, കടന്നു കാണുന്നവൻ. കടന്നു കാണുന്നവൻ. കടന്നു കാണുന്നവനെ നമ്മൾ എന്താ പറയാ? കടന്നു കാണുന്നവൻ ക്രാന്തദർശിയാണ് കേട്ടോ. കടന്നു കാണുന്നവനാണ് ക്രാന്തദർശി. ക്ലിയർ? 154ാമത്തെ വാക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ദൂരെ സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? ദൂരെ സ്ഥിതി ചെയ്യുന്നത്. ദൂരെ സ്ഥിതി ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ദൂരസ്ഥം എന്ന് പറയും. ദൂരെ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ദൂരസ്ഥമാണ്. ക്ലിയർ? നെക്സ്റ്റ്, അന്യന്റെ ശരീരം. അന്യന്റെ ശരീരം. അന്യന്റെ ശരീരത്തിന് എന്താ പറയാ? അറിയുന്നുണ്ടാവും. പരകായം എന്നാണ് അന്യന്റെ ശരീരത്തിന് പറയാം. ക്ലിയർ? അതായത് പരകായ പ്രവേശം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ അനന്തഭദ്രം സിനിമ കാണുമ്പോൾ അതിനകത്ത് കാണാം മനോജ് കെ ജയൻ സ്വന്തം ശരീരം വിട്ട് അടുത്ത ശരീരത്തിലേക്ക് കിടക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഭാര്യ മരിച്ചവൻ. ഭാര്യ മരിച്ചവനെ നമ്മൾ എന്താ പറയാ? ഭർത്താവാണ് മരിച്ചെങ്കിൽ നമ്മൾ എന്ത് പറയും? വിധവ എന്ന് പറയും. ഭാര്യ മരിച്ചവനെ നമ്മൾ എന്ത് പറയും? വിഭാര്യൻ എന്നാണ് കേട്ടോ പറയാ. വിഭാര്യൻ. വേറൊരെണ്ണം കൂടി പറയും, വിദുരൻ. എന്താണ്?
വിദുരൻ. വിദുരരും വിദുരനും തമ്മിൽ മാറിപ്പോവാൻ പാടില്ല കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് ദ്രുപദന്റെ പുത്രി. ദ്രുപദന്റെ പുത്രി. ദ്രുപദന്റെ പുത്രി ആരാണ്? ദ്രുപദന്റെ പുത്രി ദ്രൗപദിയാണ് കേട്ടോ. ദ്രൗപദിയാണ് ദ്രുപദന്റെ പുത്രി. ക്ലിയർ? ദ്രുപദന്റെ പുത്രി ദ്രൗപദി. ദ്രുപദന്റെ പുത്രി ആരാണ്? ദ്രൗപദി. നെക്സ്റ്റ് സുമിത്രയുടെ മകൻ. സുമിത്രയുടെ മകനെ നമ്മൾ എന്താ പറയാ? സുമിത്രയുടെ മകൻ സൗമിത്രിയാണ്. എന്താണ്? സൗമിത്രി. ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗമിത്രി പുല്ലിംഗം സ്ത്രീലിംഗത്തിലൊക്കെ സൗമിത്രി വരുമ്പോ മകനാണോ മകളാണോ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അത് മകനാണ് കേട്ടോ. സുമിത്രയുടെ മകൻ സൗമിത്രി. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കൂ, വാരിയെ ദാനം ചെയ്യുന്നത് വാരിതം, സന്ദേശം അയക്കുന്നവൻ പ്രേക്ഷകൻ, കടന്നു കാണുന്നവൻ ക്രാന്തദർശി, ദൂരെ സ്ഥിതി ചെയ്യുന്നത് ദൂരസ്ഥം, അന്യന്റെ ശരീരം പരകായം. ക്ലിയർ? ഭാര്യ മരിച്ചവൻ വിഭാര്യൻ എന്നും പറയും, വിദുരൻ എന്നും പറയും. നെക്സ്റ്റ് ദ്രുപദന്റെ പുത്രി ദ്രൗപദിയും അതുപോലെ തന്നെ സുമിത്രയുടെ മകൻ സൗമിത്രയുമാണ്. സൗമിത്രിയുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി വീണുകൊണ്ടിരിക്കുക അല്ലെ. ഓക്കെ, സുമിത്രയുടെ മകൻ സൗമിത്രിയുമാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക്, അതായത് PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ധാരാളം സോഴ്സസുകൾ അവൈലബിൾ ആണ്. അതായത് എന്ത് നോക്കിയാലും അവർക്ക് അതിനുള്ള ഓപ്ഷൻസുകൾ ഉണ്ട്. പഠിക്കാൻ ഓൺലൈനിൽ ഒരുപാട് ക്ലാസ്സസുകൾ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും ബുക്സുകളും എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും നമുക്കൊരു ബുക്ക് പോലും അവൈലബിൾ ആയിരുന്നില്ല. ആക്ച്വലി അവൈലബിൾ ആയിരുന്നു ബുക്സ് ഒക്കെ, പക്ഷെ പലപ്പോഴും അത് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞ അങ്ങനെ ഒരുപാടൊന്നും യൂട്യൂബിലോ അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. ആക്ച്വലി ഫോണില്ല കേട്ടോ, അതാണ് വേറെ അവസ്ഥ. യൂട്യൂബിൽ ഉണ്ടായിരുന്നോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ട് സർവീസിൽ കയറിയത്. അപ്പോ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് എല്ലാവരും സർവീസിൽ കയറിയത്. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഈ PSCക്ക് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, PSC പഠിച്ചാൽ കിട്ടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ. അത് വെറുതെയാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും നോക്കുക, എത്ര ആളുകൾ സർവീസിലുണ്ട് നോക്കുക. അവരൊക്കെ എന്തായാലും പഠിച്ചു കയറിയ ആളുകൾ തന്നെയല്ലേ, വെറുതെ കിട്ടിയതൊന്നുമല്ലല്ലോ. അപ്പോൾ പഠിച്ചാൽ എന്തായാലും കിട്ടും. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലോ നമ്മളുടെ ചുറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർമ്മങ്ങൾക്ക് സാക്ഷിയായവൻ. അയാൾ എന്താ പറയുക? കർമ്മങ്ങൾക്കു സാക്ഷിയായവൻ. കർമ്മങ്ങൾക്കു സാക്ഷിയായവനെ നമ്മൾ എന്ത് പറയും? കർമ്മ സാക്ഷി എന്ന് പറയും. കർമ്മ സാക്ഷി. എന്താണ്? കർമ്മങ്ങൾക്കു സാക്ഷിയായവൻ കർമ്മസാക്ഷി. നെക്സ്റ്റ് സഹായിക്കാനാകാത്ത അവസ്ഥ. സഹായിക്കാനാകാത്ത അവസ്ഥ. അതിനെ നമ്മൾ എന്താ പറയാ? നിസ്സഹായത. എന്താ പറയാ? നിസ്സഹായത എന്ന് പറയാം. നെക്സ്റ്റ് 12 വർഷക്കാലം. 12 വർഷക്കാലത്തിന്റെ ഒറ്റപ്പദം എന്താ? 12 എന്താടോ? 12 വർഷക്കാലം. 12 വർഷക്കാലത്തിന് നമ്മൾ എന്താ പറയാ? വ്യാഴവട്ടം എന്നാണ് കേട്ടോ പറയാ. വ്യാഴവട്ടം എന്നാണ് 12 വർഷക്കാലത്തിന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒന്നാമൻ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒന്നാമൻ തന്നെ ഒരു ഒറ്റപ്പദല്ലേ അല്ലെ? ഒന്നാമൻ തന്നെ ഒരു ഒറ്റപ്പദാണ്. അതിന് ഇനി ഒരു ഒറ്റപ്പദം പറയാം. എന്താണ്? പ്രഥമ ഗണനീയൻ. അതാണ് എന്ത്? ഒന്നാമൻ. നെക്സ്റ്റ് 163. കാലമാകുന്ന അഹി. അതിനെന്താ പറയാ? കാലമാകുന്ന അഹിയാണ് കാലാഹി എന്ന് പറയുന്നത്. കാലാഹിന പരിഗ്രസ്തമാം എന്തായിരുന്നു? ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം എന്തോ ഒരു സാധനം വായിൽ വരുന്നില്ല കേട്ടോ. അപ്പൊ കാലമാകുന്ന അഹിയാണ് കാലാഹി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കുലത്തെ ത്രാണം ചെയ്യുന്നവൾ. കുലത്തെ ത്രാണം
ചെയ്യുന്നവൾ. അതിനെ നമ്മൾ എന്താ പറയാ? കുലത്തെ ത്രാണം ചെയ്യുന്നവളാണ് കളത്രം. കുലത്തെ ത്രാണം ചെയ്യുന്നവളെ നമ്മൾ കളത്രം എന്ന് പറയും. നെക്സ്റ്റ്, ദർശനത്തിന് പ്രിയമുള്ളവൾ, മുള്ളവൻ, പ്രിയമുള്ളവൻ. ദർശനത്തിന് പ്രിയമുള്ളവനെ നമ്മൾ എന്തു പറയും? സുദർശനൻ എന്നാണ് കേട്ടോ പറയാ. സുദർശനൻ. ദർശനത്തിന് പ്രിയമുള്ളവൻ സുദർശനൻ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, വിനയത്തോടു കൂടിയവൻ. വിനയത്തോടു കൂടിയവൻ. വിനയത്തോടു കൂടിയവനെ നമ്മൾ എന്താ പറയാ? അറിയണ്ടാവും. വിനീതൻ. വിനയത്തോടു കൂടിയവനാണ് എന്ത്? വിനീതൻ. ക്ലിയർ? വിനീതൻ. വിനയത്തോടു കൂടിയവൻ വിനീതൻ. നെക്സ്റ്റ്, ദിവസവും ചെയ്യേണ്ടുന്ന കർമ്മം. അതിനെന്താ പറയാ? ദിവസവും ചെയ്യേണ്ടുന്ന കർമ്മം. ദിവസം ചെയ്യേണ്ട കർമ്മത്തിന് നമ്മൾ എന്താ പറയാ? ദൈനംദിന കർമ്മം അല്ലെ? ദൈനംദിന കർമ്മം എന്ന് പറയും. അപ്പൊ നോക്കൂ, 167 വേർഡ്സ് ആയിട്ടോ. കർമ്മങ്ങൾക്കു സാക്ഷിയായവൻ കർമ്മസാക്ഷി. സഹായിക്കാനാകാത്ത അവസ്ഥ നിസ്സഹായത. 12 വർഷക്കാലം. വ്യാഴവട്ടം. ഒന്നാമൻ. പ്രഥമ ഗണനീയൻ. കാലമാകുന്ന അഹി കാലാഹി. കുലത്തെ ത്രാണം ചെയ്യുന്നവൾ കളത്രം. ദർശനത്തിനു പ്രിയമുള്ളവൻ സുദർശനൻ. വിനയത്തോടു കൂടിയവൻ വിനീതൻ. ദിവസവും ചെയ്യേണ്ടുന്ന കർമ്മം ദൈനംദിന കർമ്മം. ക്ലിയർ? 167 വേർഡ്സിലെത്തി. ദിവസവും ചെയ്യേണ്ടുന്ന കർമ്മം ദൈനംദിന കർമ്മം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആക്ച്വലി ഇത് നിങ്ങളൊരു ബുക്ക് വാങ്ങി അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ഏത് ബുക്ക് വാങ്ങിയാലും. പക്ഷെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സുഖം അല്ലെ? പിന്നെ നമ്മൾ പഠിച്ചാലും നമ്മൾ ഇടയ്ക്ക് ഈ ഒരു വോയിസിലൂടെ നമ്മൾ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ റിവിഷൻ ടെക്നിക്സുകൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേട്ടോ. ഓക്കെ, അപ്പൊ 168. വഴി കാണിച്ചു തരുന്നവനെ നമ്മൾ എന്താ പറയാ? വഴി കാണിച്ചു തരുന്നവൻ. ആ ആളെ നമ്മൾ എന്ത് പറയണം? മാർഗദർശി എന്ന് പറയണം. ഒരു മാർഗവും ഇല്ലാതെ നിൽക്കുമ്പോഴായിരിക്കും അയാൾ ആ വഴി കാണിച്ചു തരിക അല്ലെ? അപ്പൊ അയാളെ നമ്മൾ എന്ത് പറയും? മാർഗദർശി എന്ന് പറയും. പക്ഷഭേദമില്ലാത്തവൻ. എന്താണ്? പക്ഷഭേദമില്ലാത്തവൻ. പക്ഷഭേദമില്ലാത്തവനെ നമ്മൾ എന്ത് പറയും? നിഷ്പക്ഷൻ എന്ന് പറയും. നിഷ്പക്ഷൻ. ക്ലിയർ? നിഷ്പക്ഷൻ എന്ന് പറയും. 170 എത്തി. പാദം മുതൽ ശിരസ് വരെ. പാദം മുതൽ ശിരസ്സു വരെ. പാദം മുതൽ ശിരസ്സു വരെ. അതിനെ നമ്മൾ എന്ത് പറയും? ആപാദ ചൂടം. ആപാദ ചൂടം. ക്ലിയർ? ആപാദ ചൂടം എന്ന് പറയും. പാദം മുതൽ ശിരസ്സു വരെ ആപാദ ചൂടം. നെക്സ്റ്റ്, വചിക്കുന്നവൻ. വചിക്കുന്നവൻ ആരാണ്? വചിക്കുന്നവനാണ് വക്താവ്. ക്ലിയർ? വചിക്കുന്നവൻ വക്താവാണ്. നെക്സ്റ്റ്, അനുജനോടൊപ്പമുള്ളവൻ. എന്താ ഇതിന് പറയാ? അനുജനോടൊപ്പമുള്ളവൻ. അനുജനോടൊപ്പമുള്ളവനെ നമ്മൾ എന്ത് പറയും? സാനുജൻ എന്ന് പറയും. ഓക്കെ, അനുജനോടൊപ്പമുള്ളവനാണ് സാനുജൻ. ക്ലിയർ? എത്തിച്ചേരാൻ സാധിക്കാത്തത്. ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ പറഞ്ഞു നോക്കുക കേട്ടാ, എന്താണ് അതിന്റെ ഉത്തരം? എത്തിച്ചേരാൻ സാധിക്കാത്തത്. എന്താണ് എത്തിച്ചേരാൻ സാധിക്കാത്തത്? അപ്രാപ്യം. ക്ലിയർ? അപ്രാപ്യമാണ് എത്തിച്ചേരാൻ സാധിക്കാത്തത്. നെക്സ്റ്റ്, 3 കവികൾ. 3 കവികൾ പണ്ടൊക്കെ എപ്പോഴും ചോദിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ. കവിത്രയം. 3 കവികൾ കവിത്രയം. നെക്സ്റ്റ്, എന്നെന്നും ജീവിക്കുന്നവൻ. എന്നും മരണമില്ലാത്തവൻ അല്ലെങ്കിൽ എന്നെന്നും ജീവിക്കുന്നവൻ.
എന്നെന്നും ജീവിക്കുന്നവനെ നമ്മൾ എന്ത് പറയും? ചിരഞ്ജീവി അല്ലെ? ചിരഞ്ജീവി. ഹനുമാനൊക്കെ ഒരു ചിരഞ്ജീവിയാണ്, പുരാണങ്ങളിലുള്ള ഹനുമാൻ എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ. ഓക്കെ. വഴി കാണിച്ചു തരുന്നവൻ മാർഗദർശി, പക്ഷഭേദമില്ലാത്തവൻ നിഷ്പക്ഷൻ, പാദം മുതൽ ശിരസ്സു വരെ ആ പാദചൂടം വചിക്കുന്നവൻ വക്താവ്, അനുജനോടൊപ്പമുള്ളവൻ സാനുജൻ, എത്തിച്ചേരാൻ സാധിക്കാത്തത് അപ്രാപ്യം. 3 കവികൾ കവിത്രയം, എന്നെന്നും ജീവിക്കുന്നവൻ ചിരഞ്ജീവി. അപ്പോ 175 ആയി. നമ്മളൊരു 180 നിർത്താല്ലേ. ഒരു 30 എണ്ണമൊക്കെയല്ലേ പറയണുള്ളൂ. 100 എണ്ണമൊക്കെ വേണമെങ്കിൽ ഒരുമിച്ച് പഠിക്കട്ടോ. കാരണം പഠിക്കാൻ ഒരുപാട് ടൈം നമ്മൾ എടുക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങളോട് അതാ പറയുന്നത്. കാരണം നമുക്ക് റിവിഷനാണ് വേണ്ടത്. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്താലേ നമുക്ക് ഇത് ഓർത്തെടുത്ത് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കുറെ ടൈം ഇരുന്ന് പഠിക്കുന്നേക്കാൾ വേഗം വേഗം പഠിച്ചു തീർക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? റിവിഷൻ ചെയ്യാം. ഭവിച്ചത്. ഭവിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ? ഭവിച്ചതിന്റെ ഒറ്റപ്പദം ഭവമാണ്. ക്ലിയർ? നെക്സ്റ്റ്, വ്യാകരണം അറിയുന്നവൻ. വ്യാകരണം അറിയുന്നവൻ എന്താ പറയാ? വ്യാകരണം അറിയുന്നവന് വൈയാകരണൻ എന്നാണ് പറയാ. വൈയാകരണൻ, അതാണ് വ്യാകരണം അറിയുന്നവൻ. 178ാമത്തത്, ശരീരത്തെ സംബന്ധിച്ചത്. ശരീരത്തെ സംബന്ധിച്ചത് എന്താണ്? എന്താടോ എഴുതാൻ പറ്റാത്ത? ശാരീരികം. ശാരീരികമാണ് ശരീരത്തെ സംബന്ധിച്ചത്. ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം. നെക്സ്റ്റ്, ദർശനത്തിൽ, അതായത് കാഴ്ചയില്, ദർശനത്തിൽ പ്രിയം തോന്നുന്നവൾ. നേരത്തെ നമ്മൾ സുദർശനൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ദർശനത്തിൽ കാഴ്ചയിൽ പ്രിയം തോന്നുന്നവളെ നമ്മൾ എന്ത് പറയും? പ്രിയദർശിനി എന്ന് പറയും. പ്രിയദർശിനി, നമ്മുടെ ഇന്ദിരാഗാന്ധി അല്ലെ? ഓക്കെ. ദർശനത്തിൽ പ്രിയം തോന്നുന്നവൾ പ്രിയദർശിനി. നെക്സ്റ്റ്, ഗൃഹത്തെ സംബന്ധിക്കുന്നത്. ഗൃഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികം. ക്ലിയർ? ഗൃഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികം. അപ്പൊ നമ്മൾ 180 എണ്ണത്തി. ഭവിച്ചത് ഭവം, വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ, ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം, ദർശനത്തിൽ പ്രിയം തോന്നുന്നവൾ പ്രിയദർശിനി, ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. അപ്പൊ 180 എണ്ണം നമ്മൾ ഒറ്റപ്പദവുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരു 500-ല് ഇത് നിർത്തുള്ളൂ കേട്ടോ. അത്ര അധികം ഒറ്റപ്പദങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാണ്ട്, പ്ലസ് പിന്നെ ഉണ്ടാവും 500 കഴിഞ്ഞിട്ടും. പക്ഷെ അത് മതി. അത് കഴിഞ്ഞാൽ ബാക്കി ചോദിക്കുന്നത് നമ്മൾ ഡിലീഷൻ മെത്തേഡോ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ മലയാളം ഇങ്ങനെ നമ്മുടെ ടോപ്പിക്കുകൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഭാഗത്തുനിന്ന് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഒന്നുമില്ലല്ലോ എന്ന്. പക്ഷെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയാ, തിന്നു തുടങ്ങുക, കഴിച്ചു തുടങ്ങുക അല്ലെ? തിന്നു തുടങ്ങുക, പതുക്കെ പയ്യെ തിന്നാ പനയും തിന്നാന്നൊക്കെ പറയണ പോലെ പതുക്കെ തിന്നു തുടങ്ങുക. അങ്ങനെ പിന്നെ വീണ്ടും എന്താ പറയാ, കന്നുകാലികളൊക്കെ കാണിക്കുന്ന പോലെ റിട്ടേൺ എടുത്തിട്ട് വീണ്ടും അയവിറക്കിക്കൊണ്ടിരിക്കുക. മീൻസ് അങ്ങനെ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ റിവിഷൻ ചെയ്യാന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാനും ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.